കന്യകാത്വം ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കും, അങ്ങനെയൊരു ഭാര്യയെ തേടരുത്. ഇത്തരത്തിലുള്ള ഒരു ടൈറ്റിലോട് കൂടിയ ഒരു വാർത്ത കുറേ നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്തയുടെ ഉള്ളടക്കത്തിൽ നടി, പ്രമുഖ ഇന്ത്യൻ ചലച്ചിത്ര താരം നടിയെ പ്രിയങ്ക ചോപ്രയുടെ പിക്ചർ കൂടി വെച്ചിട്ടുള്ള വാർത്തകളാണ്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങൾ കൂടി ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ തോതിൽ പ്രചരിപ്പിച്ചിരുന്നു. ഏതായാലും പ്രിയങ്ക ചോപ്ര തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇത്തരത്തിൽ ഈ വാർത്ത എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് പ്രിയങ്ക ചോപ്ര തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ ഒരു വാർത്ത കുറേ ദിവസങ്ങളായിട്ട് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വൈറലാകാനുള്ള ഒരു എളുപ്പവഴി എന്നുള്ള രീതിയിൽ ഇനി ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണോ എന്നുള്ളത് കൂടി സംശയമുണ്ട്. ഒരിക്കലും ഇപ്പോൾ പ്രിയങ്ക ചോപ്ര പോലുള്ള ഒരു പ്രമുഖ നടി, ഇന്ത്യൻ താരം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രസ്താവന ഒരുപക്ഷെ ഇന്ത്യൻ സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ലോകസുന്ദരി പട്ടം ഒരിക്കൽ കരസ്ഥമാക്കിയിട്ടുള്ള അവർ പറയുമ്പോൾ ശ്രദ്ധയോടെ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ സംസ്കാരത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലാവാൻ ആവും. ഏതായാലും ഇതിങ്ങനെയാണ്: കന്യകയായ വധുവിനെ തേടരുത്, പകരം നല്ല പെരുമാറ്റമുള്ള ഒരു സ്ത്രീയെ നേടുക. കന്യകാത്വം ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കും, പക്ഷേ പെരുമാറ്റം എന്നേക്കുമായി നിലനിൽക്കും. ഇങ്ങനൊരു ന്യൂസാണ് ഒരു ന്യൂസ് പോർട്ടലായ ദി ബ്രീഫ് എന്നുള്ള മാധ്യമത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ന്യൂസ് പ്രിയങ്കയുടെ ഈ ഫോട്ടോയൊക്കെ വെച്ച് ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചത്. ഈ വാർത്ത വളരെയധികം വൈറലാവുകയും ഇന്ന് നിരവധി പേര് ഒരുപാട് കമൻറ്റുകൾ, വിദ്വേഷജനകമായിട്ടുള്ള കമൻറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് നടി ഇപ്പോൾ പ്രിയങ്ക ചോപ്ര ഇതിന് പ്രതികരിച്ചിരിക്കുന്നത്. ഇത് വ്യാജ വാർത്തയാണെന്നാണ് നടി പറയുന്നത്. ഇത് വ്യാജ വാർത്തയാണ്, ഇത് താനല്ല ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത്, തൻ്റെ ശബ്ദമോ വാക്കുകളോ ഇതിലില്ല എന്ന് നടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓൺലൈനിൽ വന്നതുകൊണ്ട് എല്ലാം സത്യമാകണമെന്നില്ലെന്നും സോഷ്യൽ മീഡിയയുടെ കാലത്ത് വ്യാജ വാർത്തകൾ വളരെ വേഗം വൈറലാകും, അതുകൊണ്ട് ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ വിശ്വസിക്കരുത്. ഇത്തരം വാർത്തകൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പരിശോധിക്കണം. വ്യാജ ഉള്ളടക്കം സൃഷ്ടിക്കുന്ന ഇപ്പോൾ വൈറലാകാനുള്ള എളുപ്പമാർഗമാണ് എന്നുകൂടി പ്രിയങ്ക ചോപ്ര ഓർമ്മിപ്പിക്കുകയാണ്. വായനക്കാരും വെർച്വൽ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന ലിങ്കുകളൊന്നും യഥാർത്ഥമോ വിശ്വസനീയമോ അല്ല എന്നും പ്രിയങ്ക ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പിക്ചർ, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കൂടെ ചേർത്താണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും പ്രിയങ്ക ചോപ്ര നമുക്കറിയാം 2000 ലോക സുന്ദരി പട്ടം കരസ്ഥമാക്കിയ 2001 സിനിമാ മേഖലയിൽ ആദ്യത്തെ ചുവട് വയ്ക്കുന്നത്. തമിഴൻ എന്ന ചിത്രത്തിലൂടെ വിജയ് നായകനായി അഭിനയിച്ച തമിഴൻ എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയങ്ക ചോപ്ര സിനിമാ ലോകത്തേക്ക് വരുന്നത്. ഹോളിവുഡ്, ബോളിവുഡ്, തമിഴ് തുടങ്ങിയ എല്ലാ സിനിമയിലും ഇന്ത്യയുടെ ഒരുപക്ഷെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു നടി തന്നെയാണ് പ്രിയങ്ക ചോപ്ര. നിക് ജോനാസ് എന്ന് പറയുന്ന ആളിനെയാണ് വിവാഹം കഴിച്ചത്. അദ്ദേഹം സിംഗറാണ്, ആക്ടറാണ്, എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു നടിയാണ്. കാരണം പ്രിയങ്ക ചോപ്രയ്ക്ക് 42 വയസ്സും ഭർത്താവിന് 32 വയസ്സുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ 10 വയസ്സ് ഡിഫറൻസ് ഭർത്താവുമായിട്ടുണ്ട്. ഒരുപാട് ഇളയ അതായത് ഏജിൽ ഒരുപാട് താഴ്ന്ന ഒരു വ്യക്തിയാണ് ഭർത്താവ്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട ഒരു നടി കൂടിയാണ് പ്രിയങ്ക ചോപ്ര. പിന്നീട് അവരുടെ ഗർഭധാരണം എന്നുള്ള രീതിയിൽ, അതായത് കുഞ്ഞിനെ മറ്റൊരു സ്ത്രീയിൽ ഇത്തരത്തിൽ ഗർഭധാരണം നടത്തി അങ്ങനെയാണ് കുട്ടി കിട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ അത് നയൻതാരയെ പോലെ തന്നെ പ്രിയങ്ക ചോപ്രയും കുറേ അതിൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. ഒരുപക്ഷെ അത് അവരുടെ ഈ ഒരു നടി എന്നുള്ളൊരു ലേബലിൽ നിൽക്കുന്നുണ്ട്, അവരുടെ ശരീരം എന്നുള്ളത് നോക്കുന്നതായിരിക്കും. അതെന്തോ ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാർത്തയായി ബന്ധപ്പെട്ട് കന്യകയായ വധുവിനെ തേടരുത്, പകരം നല്ല പെരുമാറ്റമുള്ള ഒരു സ്ത്രീയെ നേടുക. കന്യകാത്വം ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കും, പക്ഷേ പെരുമാറ്റം എന്നേക്കുമായി നിലനിൽക്കും. പക്ഷേ പ്രിയങ്ക ചോപ്ര ഈ ഒരു വിഷയം തെറ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും
പക്ഷേ ഇതിലൊക്കെ എന്തൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം. പ്രിയങ്ക ചോപ്രയല്ല പറഞ്ഞത്, അതുകൊണ്ട് അത് അവർ ന്യായീകരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയം ഇത്തരത്തിലുള്ള സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ഇത് ഒരുപക്ഷെ വൈറലാകാനുള്ള എന്തെങ്കിലും തന്ത്രമായിരിക്കാം, മീഡിയയുടെ തന്ത്രമായിരിക്കും. ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളും ഇപ്പോൾ പല പോസ്റ്റുകളും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാം. പല ആൾക്കാരെ ആക്ടേഴ്സിനെയൊക്കെ വെച്ചിട്ട് പോസ്റ്റ് ചെയ്ത് നമ്മൾ വിചാരിക്കും, ഓ ഇവർ പറഞ്ഞതാണോ ഇത്? അതൊന്നുമല്ല, അവർ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഏതായാലും കന്യകയായ വധുവിനെ തേടുന്നതിനേക്കാൾ നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു സ്ത്രീയെയാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല പെരുമാറ്റം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന, അല്ലെങ്കിൽ നല്ല പെരുമാറ്റത്തിൽ എന്നേക്കും നല്ല പെരുമാറ്റം കൊണ്ട് എന്നും നിലനിൽക്കുന്ന ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഈ ഒരു പോസ്റ്റ് ശരിക്കും ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞോണം നമ്മുടെ ഇന്ത്യൻ സംസ്കാരവും പൈതൃകവും ഈ പറഞ്ഞോണ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്നതിന് തൊട്ട് താഴെയുള്ള കമൻറ്റുകളും ഒക്കെ കാണുമ്പം പലരും ഇത് നെഗറ്റീവായിട്ട് ചിന്തിക്കാം. പല മോശം കമൻറ്റുകൾ ഒരു പക്ഷെ വന്നേക്കാം. പക്ഷെ അതിനേക്കാളും അപ്പുറം ഈ പറഞ്ഞതാണ് ഏറ്റവും നല്ല പെരുമാറ്റമുള്ള ഒരു സ്ത്രീയാണ് തേടേണ്ടത്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എന്തെല്ലാം സാഹചര്യം, കൊച്ചു കുട്ടികൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ അതിൽ നഷ്ടപ്പെടുന്ന കന്യകാത്വം ഉള്ളവരുണ്ട്. അല്ലാതെ അവരുടെ ചതിവിലൂടെ ഒരു പെൺകുട്ടി ചിലപ്പോൾ പ്രണയിച്ച് ചതിവിലൂടെ അവരുടെ ഇതൊക്കെ നഷ്ടമായിരിക്കുക. ഇതൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു പക്ഷേ തെറ്റിലൂടെ കുറേ നാൾ പോയി ഒരു പക്ഷേ ജീവിതത്തിൻ്റെ നല്ല വഴി സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കാം. അപ്പം നമ്മുടെ അവിടുത്തെ ഒരു ശാരീരിക ഫീച്ചറല്ല, ശാരീരിക ഘടന അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഇതല്ല. ഒരു പെൺകുട്ടി എന്താണ് നിങ്ങളുടെ ഭാര്യയായി സ്വീകരിക്കുന്നെങ്കിൽ നല്ല പെരുമാറ്റമുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഒരു ഭാര്യയായി സ്വീകരിക്കുന്നത്? നല്ലൊരു സുഹൃത്താവാൻ, ഒരുമിച്ച് നല്ലൊരു ജീവിതത്തിൽ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും നല്ലൊരു പങ്കാളിയായിട്ട് ഇരിക്കാനുള്ളൊരു വ്യക്തിയല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പെരുമാറ്റമാണ് നോക്കേണ്ടത്. എല്ലാം തികഞ്ഞ് ഇപ്പം നല്ല സൗന്ദര്യവും ഈ പറയുന്ന കന്യകാത്വവും ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ജോലിയും സാമ്പത്തികവും ഒക്കെ അടങ്ങിയ ആ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു സ്വഭാവം ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ ആ പെൺകുട്ടിയോടൊപ്പം ജീവിക്കാൻ പറ്റും? ഒരു പക്ഷേ ആ സൗന്ദര്യത്തിന് ഒരമ്മയാകുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജുകൾ ആകുമ്പോഴേക്കും ആ സൗന്ദര്യം അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൽ പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിക്കുന്ന കന്യകാത്വം കഴിയുമ്പോൾ അതിൻ്റെ നിങ്ങൾ ആകൃഷ്ടമായിരിക്കുന്ന അത് ഒരു പക്ഷേ നശിച്ചു പോയെന്നിരിക്കാം. പക്ഷേ നിലനിൽക്കുന്നത് പെരുമാറ്റവും സ്നേഹവും ഒക്കെ തന്നെയാണ്, വിശ്വാസവും ഒക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ജീവിത പങ്കാളിയാക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. എന്തായാലും ഈ വാക്ക് എനിക്ക് വളരെയധികം ഇഷ്ടമായിട്ട് തോന്നി. പ്രിയങ്ക ചോപ്ര ഒരുപക്ഷെ തള്ളിയേക്കാം, പക്ഷേ ഇത് എനിക്ക് എന്തുകൊണ്ടോ നല്ലതെന്ന് തോന്നി. കാരണം ഇന്നത്തെയൊക്കെ സാമൂഹിക ചുറ്റുപാടുകൾ നമ്മൾ നോക്കണ്ടേ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളി ഒരു പക്ഷേ അപ്പോഴും വിശ്വാസ്യത പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒപ്പം നല്ല പെരുമാറ്റവും നല്ല സ്നേഹവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കണം. എന്ന് വെച്ച് ഈ പറഞ്ഞതുപോലെ ഒരാളെ കഴിഞ്ഞ് മറ്റൊരാളെ സ്നേഹിച്ച് അങ്ങനെ ഒരുപാട് പേരെ സ്നേഹിച്ച് പോകുന്ന ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണമെന്നല്ല പറഞ്ഞത്. പക്ഷെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ അവൾ വലയിലകപ്പെട്ടിട്ട് അവളുടെ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പെരുമാറ്റം അല്ലെങ്കിൽ സ്വഭാവം അല്ലെങ്കിൽ സ്നേഹം, വിശ്വാസം, ഇതൊക്കെയാണ് ഒരു പങ്കാളി. അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും. ഈ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല കന്യാകാത്വം, പുരുഷനും സ്ത്രീക്ക് വേണമെങ്കിൽ അവകാശപ്പെടാമല്ലോ. അതൊന്നും പണ്ട് മുതലേ ഈ പറയുന്നോണം പുരുഷന്മാരുടെ കാര്യത്തിൽ അവകാശപ്പെടാറില്ല. ഇരു കൂട്ടരും പരസ്പരം സ്നേഹിക്കാനും നല്ല പെരുമാറ്റവും പരസ്പരം പങ്കാളികളെ മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവും ഉണ്ടെങ്കിൽ ആ ജീവിതം ഏറ്റവും നല്ലതായിരിക്കും. ബാക്കിയുള്ള ശാരീരിക ഫീച്ചേഴ്സൊക്കെ രണ്ടാമത്തെ ഘട്ടമാണ്. ആദ്യം നിങ്ങളൊരു വിവാഹം ആലോചിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് ജാതകം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനേക്കാളും സാമ്പത്തികവും വിദ്യാഭ്യാസവും ഒക്കെ നോക്കുന്നതിനേക്കാളും നിങ്ങളുടെയൊക്കെ ഹെൽത്ത് നല്ലതാണോ, ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അസുഖങ്ങളുണ്ടോ, രണ്ടുപേരുടെയും ബ്ലഡുകൾ മാച്ചിങ് ആണോ, ഒരു കുട്ടി ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണോ നിങ്ങൾ രണ്ടുപേരും. ഇതൊക്കെയാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത്. അല്ലാതെ ഈ പറയുന്നതോണം ഒരു പക്ഷേ ഇത് ദഹിക്കാത്തവർ കാണുമായിരിക്കും, പക്ഷെ ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കും ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രയോജനമുള്ളത്. എന്തായാലും ഈ ഒരു വേർഡ്സ്, അതായത് ഈ ഒരു മീഡിയ പോസ്റ്റ് ചെയ്ത ദി ബ്രീഫ് എന്ന് പറയുന്ന മീഡിയ പോസ്റ്റ് ചെയ്ത് പ്രിയങ്ക ചോപ്രയുടെ പടം വെച്ച് പോസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും അത് ഒരുപക്ഷെ ഇത്രയും വൈറലായത്. എന്തായാലും ആ കോട്ട്സ് എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും പ്രിയങ്ക ചോപ്ര അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇതുമായി മറ്റൊരു രീതി പ്രതികരിച്ചില്ല, അവരല്ല എന്നുള്ളൊരു മറുപടി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്.